ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലൈയിങ് ഫ്രീക്കീസ്. ഇറ്റ്സ് മി കിരൺ. ഇറ്റ്സ് മീ രേഷ്മ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഇത്ര നാളും ചെയ്ത വീഡിയോയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഫുഡ് അല്ലെങ്കിൽ ട്രാവൽ, അതെ, എന്തെങ്കിലും ഇതിപ്പോ ഒരു വെറൈറ്റി ഇരിക്കട്ടെ. അതെ, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഹെൽത്ത് വീഡിയോ ആണ്. ഹെൽത്തിനെ പറ്റി നമുക്ക് കൂടുതൽ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മെഷീൻസിന്റെ ഇതൊക്കെയാണ്. അതായത് ഇപ്പൊ ഹൈഡ്രോളിക് ഫേഷ്യൽ ഒക്കെ ചെയ്യുന്ന ഇപ്പൊ എല്ലാവർക്കും അറിയാം. അതേപോലെ ഒരു മെഷീന്റെ ഒരു എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ആണ് ആക്ച്വലി. സോ നമുക്ക് ആ വീഡിയോനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു ആളെ തന്നെ നമുക്ക് സംസാരിച്ച് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് എന്താണ് അതിൻ്റെ ഗുണങ്ങളും എല്ലാ ദോഷമായിട്ട് എനിക്ക് വരുന്നില്ല. കാരണം ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ബട്ട് നമുക്ക് ഗുണങ്ങളും അതിൻ്റെ പ്രൈസും അങ്ങനത്തെ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കെല്ലാം വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോ ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഒരു ഹെൽത്ത് കെയറിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് ഒരു ഹൈഡ്രജൻ ഒരു ഇൻഹലേഷന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോ നമുക്ക് ഇപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പൈസ ഉണ്ട്. പൈസ അതിനെ പറ്റി നമുക്കൊന്ന് പറഞ്ഞുതരാമോ? ഷുവർ. വെൽക്കം ടു ഗ്ലാഡ് ഹൈഡ്രജൻ എക്സ്പീരിയൻസ് സെന്റർ. നമ്മൾ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഹൈഡ്രജൻ ഇൻഹലേഷൻ മെഷീന്റെ മാനുഫാക്ചേഴ്സ് ആണ് ആക്ച്വലി. ഇത്ര നാളും വിദേശത്തു നിന്നൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് വന്നിരുന്നത്. അപ്പോ നമ്മൾ അതിന്റെ ഒരു മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. വിശാഖപട്ടണത്താണ് നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാൻ. നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ ആയ AMTZ എന്ന് പറയും. ആന്ധ്ര ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടി നടത്തുന്ന ഒരു പ്രൊജക്റ്റില് നമ്മൾ കേരളത്തിലെ ഫസ്റ്റ് ഒരു ഇൻക്യുബേറ്റർ ആണ് അവിടുത്തെ. സോ അങ്ങനത്തെ ഒരു നമ്മൾക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട്. നമ്മൾ സപ്പോർട്ടഡ് ബൈ കേരള ഗവൺമെന്റ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സപ്പോർട്ടഡ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ആക്ച്വലി. ഈ മെഷീന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൽ വാട്ടറിൽ നിന്ന് ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്തെടുത്ത് അത് ഇൻഹലേഷന് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഹൈഡ്രജന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ അത് പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെന്റ് ആണ്. വെരി സ്മോൾ ഇൻ സൈസ് ആണ്. അതുകൊണ്ട് തന്നെ സെല്ലുലാർ ലെവലിൽ പോയിട്ട് ആക്ട് ചെയ്യാൻ അതിന് സാധിക്കും. ബാക്കിയുള്ള ആന്റി ഓക്സിഡന്റ്സിന് കടന്നു ചെല്ലാൻ പറ്റാത്ത മൈറ്റോകോൺഡ്രിയ ലെവലിൽ വരെ ചെന്ന് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഹൈഡ്രജൻ കാണിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വേർഡ്സ് അല്ല. US-ലും ജപ്പാൻ, കൊറിയ, ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ മോർ ദാൻ 25 years ആയിട്ട് ഇതൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ്. ആൻഡ് ആക്ച്വലി ചൈനയിൽ ആഫ്റ്റർ കോവിഡ് 2 weeks ഇതൊരു മാൻഡേറ്ററി ആയിട്ട് ഇൻഹലേഷൻ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആണ്. അതിന്റെ ചലഞ്ചസ് ഒക്കെ ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളത് തരണം ചെയ്യാനുള്ള പ്രോസസ്സിലാണ്. അപ്പോ ആക്ച്വലി കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ കൊച്ചിയില് കടിപ്പാലത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണ്. സോ ദാറ്റ് പീപ്പിൾ ക്യാൻ വാക്ക് ഇൻ, അവർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. പ്ലസ് നമ്മൾ ഇതിന്റെ ഡിവൈസ് സെല്ലിംഗ് ഉണ്ട്. നമ്മൾ വെൽനസ് സെന്റേഴ്സ്, ഓൾഡ് ഏജ് ഹോംസ് അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ ഇൻഹേൽ ഇറ്റ് ഫോർ 30 minutes. അതിന് നമ്മളൊരു ചാർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് മന്ത്ലി പാക്കേജ് മാതിരിയാണ് കൊടുക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ആക്ച്വലി. അപ്പൊ നമുക്കിത് ഇവിടെ എല്ലാം പിന്നീട് വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് വരാൻ നമ്മളിപ്പോൾ ഇവിടെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് സ്റ്റഡി ചെയ്തിട്ട്, കാരണം ഇതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മോർ ദാൻ സെല്ലിംഗ് എ പ്രൊഡക്റ്റ്, ഇത് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആയതുകൊണ്ട് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. റാൻഡംലി ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പോ മോറോവർ നമുക്ക് കൂടുതൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിന്റെ റോങ് ഇൻഫോർമേഷൻ സെല്ല് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി.
നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബാംഗ്ലൂർ, ഡൽഹി ഒക്കെ കുറെ എൻക്വയറീസ് വന്നിട്ടുണ്ട്. അതിന്റെ ഫിൽറ്ററിംഗ് പ്രോസസ്സിലാണ് ആക്ച്വലി. ഇത് നമുക്ക് എന്തെങ്കിലും അങ്ങനെ റെസ്ട്രിക്ഷൻസോ ഏജ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി, ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആണ്. പിന്നെ ആന്റി ഇൻഫ്ലമേഷൻ പ്രോപ്പർട്ടി. അപ്പൊ എന്തെങ്കിലും സർജറീസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരുടെ റിക്കവറി ഫാസ്റ്റ് ആക്കാൻ ഈ ഒരു പെർട്ടിക്കുലർ ഇൻഹലേഷൻ മെത്തേഡിന് പറ്റും. ഇത് ഒരിക്കലും ഒരു മരുന്നോ അല്ല, ഒരു മെഡിസിൻ അല്ല. ആക്ച്വലി ഇറ്റ്സ് ഒരു ആൾട്ടർനേറ്റീവ് ഇൻഹലേഷൻ മെത്തേഡ് ആണ്. വാട്ട് എവർ മെഡിറ്റേഷൻ യു ആർ ഗോയിങ് ത്രൂ അതിനെ ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിനെ ഫാസ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് അഗെയിൻ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ പക്ഷെ ഒരു ക്ലയന്റ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമർ വന്നു കഴിയുമ്പോൾ നമുക്കൊരു മെഡിക്കൽ അഡ്വൈസറി ബോർഡ് ഉണ്ട്. അതിൽ MBBS ഡോക്ടേഴ്സിന്റെ MD ചെയ്യുന്നവരുണ്ട്. അവർ 2 years ആയിട്ട് നമ്മുടെ കമ്പനിയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ടോക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റിന്റെ ഡാറ്റാബേസ് എടുത്തിട്ട് നമ്മൾ ഡോക്ടറിന് ചെയ്ത് കൊടുക്കും. ആ ഡോക്ടർ അത് വിലയിരുത്തി ഇവാലുവേറ്റ് ചെയ്ത് ആ കസ്റ്റമറായിട്ട് ക്ലയന്റ് ആയിട്ട് സംസാരിക്കും. ഈ ഹൈഡ്രജൻ ഇൻഹലേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ പുറം വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഡയബറ്റിക് ഓവർ വെയിറ്റ് ആയിട്ട് വരുന്ന ആൾക്ക് വേറെ എന്തെങ്കിലും ഗുണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വരുന്ന ക്ലയന്റിന് എന്താണോ ആവശ്യമെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ഇവിടെ വരുന്ന നമ്മുടെ എക്സ്പീരിയൻസ് സെന്ററിൽ നമ്മൾ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഇനീഷ്യൽ ടോക്സിൽ അത് എടുത്തതിന് ശേഷം നമ്മൾ ഒരു 30 minutes സൂം കോള് ആ ഒരു പെർട്ടിക്കുലർ ആ കസ്റ്റമറിനെ നമുക്ക് കൊടുക്കും. അപ്പൊ ആള് എഡ്യൂക്കേറ്റ് ചെയ്യും നമ്മൾ എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം എന്ന്. അതിനുശേഷമാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മള് റാൻഡംലി വന്ന് ഇൻഹെയിൽ ചെയ്ത് പോവുകയല്ല. നമ്മളിപ്പോ കൊടുക്കുന്നത് ഒരു മാസം 15 സെഷൻ, 1.5 ലൈക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ്. പക്ഷെ ഡിപ്പെൻഡിങ് ഓൺ ദ കസ്റ്റമർ അവര് നമ്മള് കൂടുതലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ മിനിമം ഓഫ് 30 minutes ഒരു ദിവസം, അങ്ങനെ 15 ദിവസത്തെ ഒരു പാക്കേജ് ആയിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. നമ്മളിപ്പോ ഒരു മാസം 15 സെഷനാണ് കൊടുക്കുന്നത്. അരമണിക്കൂറിന്റെ ഒരു ദിവസം അരമണിക്കൂർ വെച്ച് 15 സെഷൻസ് ആണ് ഇപ്പൊ കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് എത്രത്തോളം കൂടുതൽ ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് കേട്ടറിയും. പക്ഷെ മിനിമം ഓഫ് 30 minutes ഫോർ 15 days a month പാക്കേജ് ആണ് കൊടുക്കുന്നത്. അതിന് നമ്മളിപ്പോ ചാർജ് ചെയ്യുന്നത് 1000 rupees ആണ് പെർ ഡേ. അപ്പൊ 15,000 a month പാക്കേജ് ആണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മള് ഡിപ്പെൻഡിങ് നമ്മൾ പറഞ്ഞ കൂടുതൽ ദിവസങ്ങൾ എടുക്കുന്നുണ്ട്, കൂടുതൽ ടൈം എടുക്കുന്നതനുസരിച്ച് ഡിപ്പെൻഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ബേസ് പ്രൈസ് ആണ് ടു സ്റ്റാർട്ട് വിത്ത്. യൂസ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഒരു ഡെമോ ട്രൈ ചെയ്യാം. യെസ് പ്ലീസ്. സോ നമ്മൾ വിൽ സ്റ്റാർട്ട് വിത്ത് എല്ലാവർക്കും സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള നമ്മളൊരു നേസൽ ക്യാനിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എവറി കസ്റ്റമർ വി ഗിവ് എ ന്യൂ വൺ. മാം കംഫർട്ടബിൾ ആയിട്ട് ഇതൊന്ന് ഹോൾഡ് ചെയ്യാം. നോസിലൊന്ന് കണക്ട് ചെയ്താൽ മതി. ചെറിയ ഓക്കെ അല്ലേ? സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇതിൽ ടൈം സെറ്റ് ചെയ്യും. സോ നമ്മൾ പ്രൊവൈഡഡ് നമ്മൾ 1 hour ടൈമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ 1500 ml per minute. സോ വൺസ് വി സ്റ്റാർട്ട് അത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. 1 hour ബാക്കിൽ റൺ ആയിക്കൊണ്ടിരിക്കും. ആൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. Once it's produced, it's transferred to this nasal cannula and we are giving for inhalation. ആൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു അൺകംഫർട്ടബിളും ഫീൽസ് ഉണ്ടാവില്ല. കാരണം ഓർഡർലെസ് ടേസ്റ്റ്ലെസ് ഗ്യാസ് ആണ്. പക്ഷെ ഇത് റെഗുലർ ബേസിസിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. പിന്നെ ഇവിടെ വരുന്ന ഓരോ ക്ലയൻസിനും നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യും. നമുക്ക് ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. അവരിവരെ വാലിഡേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഇൻഹലേഷൻ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ, ഇപ്പോഴത്തെ കണ്ടീഷനിലും ഫ്യൂച്ചറിലും എങ്ങനെയാണ് ഇത് വരുന്ന ഒരാൾക്ക് ഹെൽപ്ഫുൾ ആവണേ എന്നുള്ള നമ്മളൊരു 30 minutes ഒരു ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതും ഈ സെഷനിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ആരെങ്കിലും ഇതിനെ കുറിച്ച് പഠിക്കണം, ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഹാപ്പിലി യു ക്യാൻ കോൺടാക്ട് us. നമ്മൾ അതിന് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എന്റെ പേര് ഡോക്ടർ ജോയ്, ഡെന്റിസ്റ്റ് ആണ്. പ്രാക്ടീസിങ് ഡെന്റിസ്ട്രി സിൻസ് 1999.
എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ആണ് ഡെന്റിസ്ട്രി ടീച്ചറായിരുന്നു ആസ് വെൽ ആസ് പ്രാക്ടീസിങ്. ഈ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, പല്ലിന്റെ പ്രശ്നങ്ങളല്ലാന്ന്. അതായത് ഇപ്പൊ ആരോഗ്യമുള്ള ഒരാൾക്ക് പല്ലിന് യാതൊരു അസുഖം ഉണ്ടാവില്ല. നമ്മുടെ ആരോഗ്യം എപ്പം ഡൗൺ ആവുന്നോ അതിന്റെ ഫസ്റ്റ് സൈനാണ് വായിക്കാത്ത വരുന്നത്. അപ്പോ ഞാനിപ്പോഴും പറയും, നമ്മുടെ ഒരു കോട്ടയുടെ വാതിൽ പോലെയാണ്. അപ്പൊ ശരീരം ഒരു കോട്ടയാണെങ്കിൽ വാതില് നല്ല കോട്ടവാതിലാണ് വായ. അപ്പൊ കോട്ടവാതില് പോയാൽ ഡിഫൻസ് ഇസ് ഫുള്ളി ലോസ്റ്റ്. ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള സാധനമാണ് മനുഷ്യന്റെ ഇനാമൽ, ഹ്യൂമൻ ഇനാമൽ ആൻഡ് ഹ്യൂമൻ ടീത്ത്. അപ്പൊ ഈ ശരീരത്തിലേക്ക് തുറന്നു കിടക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് മാക്സിമം ഡിഫൻസ് ശരീരം വെച്ചിരിക്കുന്നത് വായിക്കാത്താണ്. ആ ഡിഫൻസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ വായിൽ അസുഖമായി. സോ ദാറ്റ് മീൻസ് യുവർ ഇമ്മ്യൂണിറ്റി ഇസ് ഡൗൺ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡിറ്റോറേറ്റിംഗ് ഹെൽത്തിന്റെ ഉടമസ്ഥനാണ്. അപ്പോൾ നമ്മൾ ഈ രോഗികളോട് പറയും, നിങ്ങളുടെ പല്ലിന്റെ ഓടൊപ്പം തന്നെ നിങ്ങൾ ടേക്ക് കെയർ ഓഫ് യുവർ ജനറൽ ഹെൽത്ത്. അപ്പൊ ഈ ജനറൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇപ്പോ ഡെന്റിസ്റ്റ് എന്ന നിലയ്ക്ക് ഡോക്ടറെ ഞങ്ങൾ ആരെയാ കാണണ്ടേ? ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫിസിഷ്യനെ പോയി കാണാം. ഈ ഒരു ഫിസിഷ്യന്റെ അടുത്ത് ചെല്ലുമ്പം കുറെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നോർമലായിട്ട് എല്ലാം വല്ലതും ഉണ്ടോന്ന്, ടെസ്റ്റിലെല്ലാം നോർമൽ ആയിരിക്കും. അപ്പൊ അവർ തിരിച്ചു പറയാൻ ഡോക്ടറെ എല്ലാം നോർമൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ എന്ത് ചെയ്തു? അപ്പോഴാണ് നമുക്ക് ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, എന്റെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചുപോയി. അപ്പൊ ഈ സ്കൂൾ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജുകൾ വന്നു, കണ്ടോളൻസസ് ഇട്ട്. ആ കൂട്ടത്തിൽ ഒരുത്തും ചോദിച്ചു, എടാ ഇത് നേരത്തെ വല്ലതും അറിയാൻ പറ്റുമോ? നമുക്ക് വരാൻ പോകുന്ന അസുഖങ്ങൾ നേരത്തെ അറിയാൻ. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് തപ്പി ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രിവെന്റീവ് ജനറ്റിക് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന് സാമ്പിൾ എടുക്കുന്നത് ഉമിനീരാണ്. അപ്പൊ ഡെന്റിസ്റ്റ് നിലയ്ക്ക് അത് എന്റെ ഏരിയയാണ്. അപ്പൊ ഉമിനീരിൽ നിന്ന് നമുക്ക് വരാൻ പറ്റുന്ന അസുഖങ്ങളൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോ അതിനുള്ള സൗകര്യം ഇന്ത്യയിലുണ്ടെന്ന് നോക്കി, ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലായ ഉടനെ ഞാൻ എന്റെ ചെയ്തു. എന്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി എന്താണ് നമുക്ക് എല്ലാവർക്കും പ്രായമാകുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്, എന്താണ് അത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്തപ്പോ എനിക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഓരോ സിസ്റ്റത്തില് എന്റേത് കിഡ്നിയാണ്, എന്റെ കിഡ്നിക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാം നോർമലാണ്. കിഡ്നി, ലിവർ മുതലായ അസുഖങ്ങൾക്ക് വന്നാൽ 95% ഡാമേജ് ആയെങ്കിൽ മാത്രമേ എന്തെങ്കിലും വിസിബിൾ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാം നോർമലായിട്ടേ കാണത്തുള്ളൂ. അപ്പോ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ കുറച്ചുകൂടെ കൂടുതൽ എന്റെ കിഡ്നിയുടെ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കുന്നു. അപ്പൊ ഞാൻ ഈ യൂറോളജിസ്റ്റുകളും നെഫ്രോളജിസ്റ്റുകളുടെ ഒക്കെ വീഡിയോസ് കണ്ടു. അപ്പൊ ഹൗ ക്യാൻ യു പ്രിവെന്റ് കിഡ്നി ഡിസീസ്. അപ്പൊ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയപ്പം എന്ത് ഫുഡ് കഴിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ആളുകൾ നമ്മള് മൂത്രം കഴിക്കുമ്പം ക്ലോസറ്റിലേക്ക് കഴിക്കുമ്പോൾ പത കൂടുതൽ വന്നു കഴിഞ്ഞാല് അതും ഒരു ചേഞ്ചാണ്. ആ ചേഞ്ച് നമ്മൾ എന്ന് നോട്ടീസ് ചെയ്യുന്നോ അന്ന് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പറ്റി കൂടുതൽ ബോധവാനാവും. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ, എല്ലാവർക്കും അസുഖങ്ങൾ വരും. ബിക്കോസ് ലോകത്തിൽ ആരും ഇതുവരെ ഒരു 100-150 വയസ്സിന്റെ മേലോട്ട് പോയിട്ടില്ല. സോ ഡെഫിനറ്റ്ലി അറ്റ് എ പോയിന്റ് വി ഹാവ് ടു സ്റ്റോപ്പ്. അപ്പൊ അതെന്തായിരിക്കും, അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അപ്പോ എല്ലാവർക്കും അസുഖം വരുമെന്നുള്ള ഒരു പെർസെപ്ഷനിൽ എങ്ങനെ നമുക്ക് അത് മാക്സിമം ഡിലേ ചെയ്യാം. അപ്പൊ 5 കാര്യങ്ങളാണ് ഒരു ഹെൽത്തി ലൈഫിന് വേണ്ടുന്ന കാര്യങ്ങൾ. ഈറ്റ്, മൂവ്, റിലാക്സ്, സ്ലീപ് ആൻഡ് ടേക്ക് കെയർ. അപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരാന്നുള്ളതായിരുന്നു ഈ കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ ചെയ്തത്. അപ്പൊ അതിനുവേണ്ടി ഉണ്ടാക്കിയെടുത്ത സ്ഥലമാണ് വി സ്ക്വയർ. വി സ്ക്വയർ മീൻസ് എ പ്ലേസ് ഫോർ മീ, നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിന് ഞങ്ങൾക്ക് ഈറ്റിംഗ് ദ റൈറ്റ് തിങ്സ്, പിന്നെ റിലാക്സേഷൻ, സ്ലീപ്, പേഴ്സണൽ കെയർ. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നൊരു സാധനമാണ്, ഏറ്റവും നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രിവെന്റീവ് സ്ട്രാറ്റജി ആയിരുന്നു ഈ ഹൈഡ്രജൻ ഇൻഹലേഷൻ തെറാപ്പി. അപ്പോൾ ആദ്യം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പൈസന്റെ വേറൊരു ഫ്രണ്ടിന്റെ അടുത്ത് കൊണ്ട് പറഞ്ഞപ്പോ ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ അവിടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനൊരു സംഭവം ഉണ്ടോ. ഉണ്ടെന്ന് നോക്കിയപ്പോൾ ഇതൊക്കെ വെസ്റ്റേൺ കൺട്രീസ്, എസ്പെഷ്യലി ജപ്പാന്, കൊറിയ അല്ലെങ്കിൽ US-ലൊക്കെ ഇതൊരു അക്സെപ്റ്റഡ് ഫോം ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ പ്രത്യേക കോവിഡിന്റെ സമയത്തൊക്കെ ഇത് ഒരു മാൻഡേറ്ററി ആയിരുന്നു എന്നാണ് പറയുന്നത് US-ല് ഹൈഡ്രജൻ ഇൻഹലേഷൻ. അപ്പോൾ ഇതൊരു വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ട്രീറ്റ്മെന്റ് ആണെന്ന്. അത് ഇന്ത്യയില് അപ്പൊ അതിന്റെ കോസ്റ്റ് ഒക്കെ നോക്കിയപ്പോൾ ഈ മെഷീൻസിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോഴാണ് പൈസനെ പരിചയപ്പെടുന്നത്. അപ്പൊ പൈസ ഇതേപോലെ തപ്പി ഹൈഡ്രജൻ ഫ്യൂവലിനെ പറ്റി തേടി നടന്ന്, അതായത് ഇപ്പൊ എല്ലാവർക്കും
EV കഴിഞ്ഞ അടുത്ത നെക്സ്റ്റ് കഴിഞ്ഞ ഓട്ടോമൊബൈൽ ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ ഉള്ള ഒരു വണ്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നടന്നാണ് അവസാനം ഹൈഡ്രജൻ ഫോർ ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരികയും അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഐ ഓൾസോ സ്റ്റാർട്ടഡ് സ്റ്റഡി. കാരണം നമ്മളിവിടെ സൊസൈറ്റിയിൽ നിന്ന് ആൾക്കാര് ശരിക്കും ക്രെഡിബിൾ ആയിരിക്കണമെന്ന്, ഒരു തട്ടിപ്പിന്റെ ഭാഗം ആകരുത് എന്നുള്ളത് കൊണ്ടും ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് അബൌട്ട് ഹൈഡ്രജൻ. അപ്പം ആദ്യകാലങ്ങളിൽ ഞങ്ങൾ തന്നെ പറഞ്ഞു അത് ഞങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാം. സോ ഇനീഷ്യൽ യുനിപിക്സ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇനിഷ്യലി ഇതൊക്കെ ഇൻഹലേഷൻ ട്രീറ്റ്മെന്റ് എടുത്ത് ഞങ്ങൾ കുറെ പേരാണ്, ഞാന്, വൈഫ്, ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും എടുത്തു. ഇത് ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരാൾക്കും ഒരു ചേഞ്ചും വരത്തില്ല. അപ്പൊ പലരും വന്നിട്ട് ചോദിക്കും ഞാൻ ഒന്ന് എടുത്തിട്ട് നോക്കട്ടെ. ഒന്ന് എടുത്തിട്ട് പോയാല് ഹൈഡ്രജൻ കളർലെസ് ഓർഡർലെസ് ഗ്യാസ്. അപ്പൊ അതിന് എന്ത് വേണം? ഒന്നുമില്ല. ചിലര് ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങൾ കേട്ട് ഇൻഹലേഷൻ എടുത്തിട്ട് അങ്ങനെ പോകും. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഹൈഡ്രജനെ പറ്റി ഇപ്പോ ഇതിന്റെ റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു സെൽ എടുത്താല് സെല്ലിന്റെ അകത്ത് നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് ആ സെല്ലിന്റെ ഡിസ്ട്രക്ഷനും ഇല്ലെങ്കിൽ ഏജിങ്ങിനും കാരണമാണ്. ആ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെല്ലിന്റെ ലൈഫ് കുറച്ചുകൂടെ കൂടും. അപ്പോ ഈ എന്ത് സാധനമാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് പലതും സെല്ലുലാർ പെനിട്രേഷൻ ഉള്ളതാണ്. പക്ഷെ സെല്ലിന്റെ അകത്ത് മൈറ്റോകോൺട്രിയക്കകത്താണ് മെറ്റബോളിസം നടക്കുന്നത്. ആ മൈറ്റോകോൺട്രിയ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഹൈഡ്രജൻ. അപ്പോ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസിലെ ഏറ്റവും ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ് ഹൈഡ്രജൻ. വിത്ത് നോ സൈഡ് എഫക്ട്സ്. നമ്മൾ വേറെ ഒന്നും വേണ്ട, ഈസിയസ്റ്റ് വേ ടു ഇൻഹേൽ ജസ്റ്റ് ഇൻഹേൽ. അപ്പോ ഇത് ഒരു നല്ല സംഭവമാണെന്ന് തോന്നുന്നതാണ്. ആൻഡ് ഇറ്റ് കെൻ ബി യൂസ് ഫോർ എനി ഏജ്. ഏത് പ്രായക്കാരനും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോ ബേസിക്കലി പയസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മിഷൻ ഈസ് ഫോർ പീപ്പിൾ who are thinking about a positive health. ഇത് അവരുടെ വീട്ടിൽ അവർക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ്.